വരും ദിവസങ്ങളിൽ തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നങ്ങളിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് നഗരസഭ എന്നാണ് വിവരം. ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കി വിട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തമ്പാനൂരിൽ പ്രവർത്തിക്കുന്ന പോത്തീസ് സ്വർണ്ണമഹൽ പൂട്ടിച്ചിരുന്നു. അതേസമയം അട്ടക്കുളങ്ങരയിലെ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിനെതിരെയും നടപടി സ്വീകരിക്കാനുള്ള തീരുമാനത്തിലാണ് നഗരസഭ. ആമയിഴഞ്ചാൻ തോട് ദുരന്തത്തിനു ശേഷം മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് വിമർശനവുമായി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. മാലിന്യം തോട്ടിൽ തള്ളുന്നത് ആളുകളെ കൊല്ലുന്നതിന് തുല്യമാണെന്നും മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ജനത്തിന്റെ കണ്ണു തുറപ്പിക്കുന്ന ഇടപെടലുണ്ടാവണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലും പൊതുസ്ഥലത്ത് മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനായിരുന്നു തീരുമാനം. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ നഗരസഭ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസമാണ് പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്നുള്ള മലിനജലം ഹോസ് ഉപയോഗിച്ച് ഓടയിലേക്ക് ഒഴുക്കുന്ന ദൃശ്യങ്ങൾ നഗരസഭയ്ക്ക് ലഭിച്ചത്. തുടർന്ന് നഗരസഭ നടത്തിയ പരിശോധനയിൽ ദൃശ്യങ്ങൾ സത്യമെന്ന് തെളിഞ്ഞു. പിന്നീട് മേയറുടെ നിർദ്ദേശാനുസരണം സ്ഥാപനം അടച്ചുപൂട്ടി. അതേസമയം അട്ടക്കുളങ്ങര രാമചന്ദ്ര ടെക്സ്റ്റൈൽ സ്ഥാപനത്തിനെതിരെയും നഗരസഭയ്ക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൽ നിന്ന് കക്കൂസ് മാലിന്യം KRFBയുടെ ഓടയിലേക്കാണ് ഒഴുക്കിവിടുന്നതെന്ന് പരിശോധനയിൽ വ്യക്തമായി. രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ മാലിന്യം തള്ളാൻ വന്നവർക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ നഗരസഭ കത്ത് നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനാണ് നഗരസഭയുടെ തീരുമാനം. റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.